നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. രണ്ട് സംഭവങ്ങളിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. സമാനമായ രണ്ട് സംഭവങ്ങൾ. ഒന്ന് തൃപ്പൂണിത്തുറയിലും മറ്റൊന്ന് ബാലുശ്ശേരിയിലുമാണ് സംഭവിച്ചിരിക്കുന്നത്. ആദ്യം തൃപ്പൂണിത്തുറയിലേക്ക് പോകാം. തൃപ്പൂണിത്തുറയിൽ യുവാവിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. കുടുംബ പ്രശ്നങ്ങളാണ് മരണത്തിന് കാരണമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. യുവാവിൻ്റെ ഫ്ലാറ്റിൽ നിന്ന് ആത്മഹത്യാക്കുറിപ്പ് കണ്ടെത്തിയിരിക്കുകയാണ്. ഭാര്യ വീട്ടുകാർ തനിക്കെതിരെ കള്ളക്കേസ് കൊടുത്തെന്നും അവരാണ് തൻ്റെ മരണത്തിന് ഉത്തരവാദിയെന്നുമാണ് ആത്മഹത്യാക്കുറിപ്പിൽ മനു ജോൺസൺ കുറിച്ചിരിക്കുന്നത്. ആലപ്പുഴ ചേർത്തല സ്വദേശി മനു ജോൺസണെയാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. 26-കാരനാണ് ഈ കടുങ്കൈ ചെയ്തിരിക്കുന്നത്. ഇന്നലെ രാവിലെ തൃപ്പൂണിത്തുറ കരിങ്ങാച്ചിറയിലുള്ള ഫ്ളാറ്റിലെ കിടപ്പുമുറിയിലാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കിടപ്പുമുറിയിലെ ഫാനിൽ തൂങ്ങി നിൽക്കുന്ന നിലയിലായിരുന്നു മനു ജോൺസന്റെ മൃതദേഹം കണ്ടെത്തിയത്. തനിക്കെതിരെ കള്ളക്കേസ് കൊടുത്തവരാണ് എൻ്റെ മരണത്തിന് ഉത്തരവാദി. അവർക്കെതിരെ ആത്മഹത്യാ പ്രേരണയ്ക്ക് കേസ് വേണം. തന്നെ അവളെ ഒന്ന് കാണാൻ പോലും ഇതുവരെ സമ്മതിച്ചിട്ടില്ല. ഞാൻ പോകുന്നു. ഈ കത്ത് എൻ്റെ മരണമൊഴിയാണ്. കഷ്ടപ്പെട്ട് അവളെ നോക്കിയ ഞാനൊരു ചെറിയ വഴക്കിൻ്റെ പേരിൽ അവൾക്ക് ആരുമല്ലാതെ ആയെന്നും ഗുഡ് ബൈ എന്നുമാണ് ഈ ഒരു ആത്മഹത്യാക്കുറിപ്പിലുള്ളത്. പോലീസ് കണ്ടെടുത്ത ആത്മഹത്യാക്കുറിപ്പിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും ഭാര്യയെ വീട്ടുകാർ കാണുവാൻ സമ്മതിച്ചില്ല. ചെറിയൊരു വഴക്കിൻ്റെ പേരിലുണ്ടായ പ്രശ്നങ്ങളാണ് ഈ വലിയ ഒരു വഴക്കിലേക്കും മരണത്തിലേക്കും ഒക്കെ നയിക്കപ്പെട്ടിരിക്കുന്നത് എന്നാണ് ഈ കത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരു ചെറിയ വഴക്കിൻ്റെ പേരിൽ അവൾക്ക് ആരുമല്ലാതായി താനെന്നും, അതായത് ദമ്പതികൾക്കിടയിൽ ഉണ്ടായ പ്രശ്നമാണ് ഒടുവിൽ ഒരാളുടെ ജീവൻ പോകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നയിക്കപ്പെട്ടിരിക്കുന്നതെന്നും ഈ കത്തുകളിൽ നിന്ന്, ഈ വാക്കുകളിൽ നിന്ന് വ്യക്തമാണ്. മരണമൊഴിയായിട്ട് കണക്കാക്കണമെന്നും കത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഡ്രൈവറായി ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ നിന്ന് മനുവിനെ ബന്ധപ്പെട്ടു. പക്ഷേ ഫോൺ ചെയ്തിട്ട് കിട്ടിയില്ല. തുടർന്ന് സ്ഥാപനത്തിൻ്റെ പ്രതിനിധി ഫ്ലാറ്റിൽ അന്വേഷിച്ചെത്തുകയായിരുന്നു. പക്ഷേ വാതിൽ തുറക്കാത്ത രീതിയിലായിരുന്നു. ഇതിനിടെ മനുവിൻ്റെ അമ്മയെ വിളിച്ച് വിവരം അന്വേഷിച്ചു എന്നാണ് വിവരം. തുടർന്ന് സ്ഥലം കൗൺസിലറെയും പോലീസിനെയും വിവരം അറിയിച്ചു. എല്ലാവരും ചേർന്ന് മുറി തുറന്ന് പരിശോധിച്ചപ്പോഴാണ് മനുവിനെ തൂങ്ങി നിൽക്കുന്ന നിലയിൽ കണ്ടെത്തിയത്. ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു. ബുധനാഴ്ച വൈകിട്ട് 6 മണിക്കും ഇന്നലെ രാവിലെ 11:30ക്കും ഇടയിലാണ് മരണം സംഭവിച്ചതെന്നാണ് ഹിൽ പാലസ് പോലീസ് രജിസ്റ്റർ ചെയ്ത FIR-ൽ പറയുന്നത്. ഭാര്യയുടെ പരാതി മനുവിനെതിരെ ഉണ്ടായിരുന്നു. ഈ പരാതിയിൽ മനുവിനെതിരെ ആലപ്പുഴ ജില്ലയിലെ ആർത്തുങ്കൽ പോലീസ് സ്റ്റേഷനിൽ നേരത്തെ ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നതായി പോലീസ് പറഞ്ഞു. കേസിനെക്കുറിച്ച് കൂടുതൽ വ്യക്തത വരുത്താൻ മനുവിൻ്റെ കുടുംബാംഗങ്ങൾ, ഭാര്യ, അവരുടെ വീട്ടുകാർ തുടങ്ങിയവരുടെ മൊഴി രേഖപ്പെടുത്തേണ്ടതുണ്ടെന്ന് പോലീസ് വ്യക്തമാക്കി. പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയ ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകി. BNSS 194 പ്രകാരം അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് പോലീസ് അന്വേഷണം തുടങ്ങിക്കഴിഞ്ഞു. എന്തായാലും തൃപ്പൂണിത്തുറയിൽ സംഭവിച്ച തൻ്റെ മരണമൊഴിയായിട്ടാണ് മനു ജോൺസൺ അവസാന വരികൾ കുറിച്ചിരിക്കുന്നത്. എന്തായാലും ചെറിയൊരു പ്രശ്നം അത് ഇത്തരത്തിൽ വലിയൊരു തരത്തിലേക്ക് നീങ്ങിയിരിക്കുന്നു. എല്ലാവരുടെയും മൊഴി പുറത്തു വന്നാൽ മാത്രമേ എന്താണ് സംഭവിച്ചതെന്ന കാര്യത്തിലൊക്കെ ഒരു വ്യക്തത വരികയുള്ളൂ. ഇനി നമുക്ക് ബാലുശ്ശേരിയിൽ സംഭവിച്ചത്, പെൺസുഹൃത്തിൻ്റെ വീട്ടിൽ യുവാവ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുകയാണ്. ബാലുശ്ശേരി പറമ്പിൽ മുകൾ സ്വദേശി ഷവാദാണ് മരിച്ചത്. കോഴിക്കോട് പെൺസുഹൃത്തിൻ്റെ വീട്ടിലാണ് യുവാവിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത്. ഇവിടെയും ഈ എന്താണ് സംഭവിച്ചത്, തർക്കങ്ങളാണോ ഇത്തരത്തിലെ ഒരു ആത്മഹത്യയിലേക്ക് നയിച്ചത്, മറ്റെന്തെങ്കിലുമാണോ, കൊലപാതകമാണോ, ആത്മഹത്യയാണോ എന്നതൊക്കെ ഇനി അന്വേഷണത്തിൽ മാത്രമേ കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ. എന്തായാലും രണ്ട് സമാനമായ സംഭവങ്ങൾ അരങ്ങേറിയിരിക്കുന്നു. രണ്ട് യുവാക്കളുടെ ജീവൻ നഷ്ടമായിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനം. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.